ഗൈസ്, അപ്പോൾ ഇന്ന് ഇൻട്രോ എടുക്കുന്നത് ഇക്കാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. കാരണം കൊണ്ട് പറ്റൂ പറ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പ്ലാൻ വെച്ചാൽ മിനി ഗോവയാണ്. മിനി ഗോവ പോയിട്ട് വരാം. ഞാനും ഫേബിയും അമ്മയാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പം ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കുറവായിരുന്നു, അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മിനി ഗോവയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാഗിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കുളിക്കാനും ഇറങ്ങാനും ഒക്കെ പറ്റും കേട്ടോ. നല്ല രസമാണ് അവിടുത്തെ വൈബ്. അപ്പോൾ ഇക്കാർക്ക് ഇതുപോലെ വണ്ടി കയറിയാൽ അപ്പം തന്നെ ഡ്രൈവിംഗ് വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഡ്രൈവിംഗ് വീഡിയോ എൻ്റെ വ്ളോഗും കൂടി ഒന്നായിട്ട് അങ്ങ് എടുക്കുകയാണ്. പിന്നെ ഈ ഷർട്ടാണ് കേട്ടോ ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ഷർട്ട്. നല്ലതായിട്ട് വിളിയിട്ടുണ്ടല്ലേ. ആ ഷർട്ട് ഇട്ടുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇന്ന് കുറച്ച് മഴയൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെയൊക്കെ. പക്ഷേ ഈ ഒരു സമയമായപ്പോഴേക്കും മഴയൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബീച്ചിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. ഈ ഒരു സമയത്ത് പോകാൻ നല്ല രസമല്ലേ. വൈകുന്നേരം ഒന്നും കൂടി ഭംഗിയാണല്ലോ കാണാനായിട്ട്. മിനി ഗോവയിൽ പോകാൻ എനിക്കിഷ്ടമാണ്. കാരണം കുറച്ച് നമുക്ക് വെള്ളത്തിലൊക്കെ കളിക്കാം. അല്ലാതെ എനിക്കിപ്പോൾ ബീച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നതിനോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നാറില്ല. കാരണം നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ഒരു സാധനമാണല്ലോ ബീച്ച്. നമുക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ അതിൻ്റെ കണ്ടുകൊണ്ടിരിക്കാനൊന്നും തോന്നില്ല. പക്ഷേ ചെപ്പൂനൊക്കെ ബീച്ച് ഇങ്ങനെ നല്ലോണം ആസ്വദിക്കാനൊക്കെ അറിയാം കേട്ടോ. ഉമ്മാക്കും അതുപോലെ തന്നെ ബീച്ച് ഇങ്ങനെ ഭയങ്കര ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആസ്വാദന ശേഷിയൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ പിന്നെ ചെറുപ്പത്തിലെ കൂടുതലും ബീച്ചിൽ തന്നെയാണ് എപ്പോഴും പോവുക. വേറെ എവിടെയും അധികവും പോകാറില്ല. ബീച്ചിൽ തന്നെ പോകലും കളിക്കലും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് ബീച്ച് എത്തുന്നതിന് മുന്നേ ഉള്ളൊരു കുളമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ബീച്ച്. പക്ഷേ മിനി ഗോവ എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്ക് കുറച്ച് പോകണം കേട്ടോ. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. പക്ഷേ മണ്ടന്മാരായി ഞങ്ങൾ കുട എടുക്കാൻ മറന്നുപോയതല്ല. ആ സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിനി മഴ പെയ്യില്ല എന്ന്. അങ്ങനെ ഇങ്ങനെ കണ്ടാലും ഇവർ രണ്ടാളും ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആവും കേട്ടോ. അപ്പോൾ ഇവർ ഇങ്ങനെ കിട്ടുന്നതോടെ തന്നെ ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ആസ്വദിക്കാനൊന്നും അറിഞ്ഞൂടാ. അപ്പം ഞാനിങ്ങനെ ഇവരെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കണമെന്നുള്ളൂ. ഇവരിങ്ങനെ ആസ്വദിക്കുന്നുണ്ട് രണ്ടാളും. മിനി ഗോവ എന്ന് പറഞ്ഞാൽ കടലും പുഴയും കൂടി ഒന്നായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുഴയിൽ നന്നായിട്ട് ഇറങ്ങാനൊക്കെ പറ്റും. നന്നായിട്ട് ഇറങ്ങി കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ബീച്ച് വേറെയുണ്ട്. മഴ പെയ്തിട്ട് ഞങ്ങളിവിടെ ബ്ലോക്കായിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ പ്ലാനൊക്കെ ആകെ പോയി. കുളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്തതാണ്. ഒന്നും നടന്നില്ല. എന്തായാലും ഇറങ്ങിയതില്ലേന്ന് വിചാരിച്ച് ഞങ്ങൾ എന്തായാലും പ്ലാൻ ബി എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗോകുലം മാളിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങൾ ഇവിടെ കോഴിക്കോടാണെങ്കിലും ഗോകുലം മാളിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ടെൻഡർ കോക്കനട്ട് ഫാനാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ടെൻഡർ കോക്കനട്ട് ഷേക്ക് കുടിക്കാണ്ട് നമുക്ക് ഇതിൻ്റെ മുന്നിൽ കൂടെ പോകാൻ കഴിയില്ല കേട്ടോ. ഇവിടെ പോകുന്ന വഴിക്ക് എന്തായാലും നമ്മൾ ടെൻഡർ കോക്കനട്ട് ഷേക്ക് കുടിക്കും. ഇവിടെ അറിയപ്പെടുന്നത് ആനക്കുളം ഷേക്ക് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. ഈ കുളത്തിനായിരിക്കാം ആനക്കുളം എന്ന് പറയണത്. ഇവിടെ ഏറ്റവും കൂടുതൽ തന്നെ അട്രാക്റ്റീവ് ആക്കിയത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ അടിപൊളിയാണ്. മഴയൊക്കെ പെയ്താൽ പിന്നെ പറയേണ്ട ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. ശരിക്കും കപ്പിൾസിനൊക്കെ വന്നിരിക്കാനും അല്ലാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ചെപ്പോഴും ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ അതുപോലെ തന്നെ മീനുകൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. ഒരു പീസ് ഓഫ് മൈൻഡ് ആണ് കേട്ടോ. ഒരു ടെൻഡർ കോക്കനട്ട് ഷേക്ക് വാങ്ങിച്ച് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ്. ഇതെൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും കേട്ടോ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതി ഒരു കൊച്ചൊക്കെ വേണ്ടേ എന്നൊക്കെ. പക്ഷെ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വേണം. പക്ഷെ അതിന് ഞങ്ങളുടേതായ ഒരു ടൈം ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും അത് ഇൻഷാ അല്ലാഹ്. അതിപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അപ്പം തന്നെ ഉണ്ടാവണമെന്നൊന്നുമില്ല. അതൊക്കെ എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. പക്ഷേ എന്താ പറയുക, ഞങ്ങളുടെ ഈ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എൻജോയ് ചെയ്ത് തീർന്നിട്ടില്ല. അത് ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഇവരിങ്ങനെ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഈ ലൈഫ് നല്ലപോലെ എൻജോയ് ചെയ്യണം. കാരണം ഞങ്ങളുടെ പ്രിയോറിറ്റി ഫസ്റ്റ് ഞങ്ങൾ തന്നെയാണ്. അതാണ് അതിനുള്ള ഏറ്റവും വലിയ ആൻസർ. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത പാർട്ടിലിടാം കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. നമ്മൾ മാളിൽ പോയതും അങ്ങനെ. അപ്പോൾ ഓക്കെ, സീ യു സൂൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.